കടുവയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗത്തിന് പരിക്കേറ്റു. വണ്ടിപ്പെരിയാർ മാട്ടുപ്പെട്ടി സ്വദേശി അമീൻ അലിയാറിന്റെ വളർത്തുമൃഗത്തിനാണ് പരിക്കേറ്റത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. വണ്ടിപ്പെരിയാർ മാട്ടുപ്പെട്ടി സ്വദേശി അമീൻ അലിയാറിന്റെ വളർത്തുമൃഗത്തിനാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. ഫോറസ്റ്റ് അധികൃതർ എത്തി പരിശോധിച്ചപ്പോൾ കടുവയുടെ ആക്രമണമാണ് വളർത്തുമൃഗത്തിന് നേരിട്ടതെന്ന് വിലയിരുത്തുകയും ചെയ്തു. ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ചെന്നായുടെ ശല്യം ഉള്ളതായും നാട്ടുകാർ പറയുന്നു. വീട്ടിൽ കെട്ടിയിട്ട് വളർത്തിയ വളർത്തുമൃഗത്തിനെ രാവിലെ അഴിച്ചുവിട്ടതിനു ശേഷം 9 മണിയോടുകൂടി വന്യമൃഗത്തിന്റെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ബെദ്ദേൽ പ്ലാന്റേഷൻ മാട്ടുപ്പെട്ടി ഡിവിഷനിലെ ഭൂരിഭാഗവും കാട് കയറിയ അവസ്ഥയിലാണ്. ഇതിനുള്ളിൽ വന്യമൃഗങ്ങളുടെ വികാര കേന്ദ്രമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് വളർത്തുമൃഗങ്ങളെ ഒന്നിനെ പോലും വളർത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് അമീൻ അലിയാർ പറയുന്നു. നമ്മളാണെങ്കിൽ ഇന്ന് രാവിലെ ആണെങ്കിൽ നമ്മുടെ പശുക്കളെ ആണെങ്കിൽ രാവിലെ പാലെടുത്ത് കഴിഞ്ഞപ്പോഴേക്കാണെങ്കിൽ നമ്മുടെ മൂരിനെ രാവിലെ അഴിച്ചുവിട്ടതാണ്. അഴിച്ചുവിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു 9:30 ആയപ്പോഴേക്കുമാണ് നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടെ നമ്മളെ വിളിച്ച് പറയുമ്പോൾ ഇന്ന പോലെ നിന്റെ പശുവിനെ ആരോ വെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഓടിപ്പടച്ച് പോയി നോക്കിയപ്പോഴേക്കും ഇന്നപോലെ കടുവ ആക്രമിച്ചതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം നമുക്ക് ചെറിയ സംശയം തോന്നി. നമ്മളവിടെ നിന്നുള്ള വാച്ചർമാരെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോഴൊക്കെ അവർ പറഞ്ഞ പോലെ ടൈഗറിന്റെ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നതെന്ന്. അതും ജനവാസ മേഖലയിലേക്കാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് കാരണം ഇപ്പം അടുത്തുള്ള വീടുകളിലെ ആടുകളെ പോലും അഴിച്ചുവിടാൻ പറ്റാതെ ഇപ്പം അവരാണെങ്കിൽ സങ്കടത്തിലാണ് അവരിയ്ക്കുന്നത്. വളർത്തുമൃഗത്തെ ആക്രമിക്കാൻ ശ്രമിച്ചതിൽ കടുവയുടെ നഖം കൊണ്ട് ആഴമേറിയ മുറിവാണ് ഉണ്ടായിട്ടുള്ളത്. വന്യമൃഗ ആക്രമണം മൂലം പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ് ഇവിടെ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.